നിയമവും ചട്ടവുമില്ലാതെ 17 വർഷം നോക്കുകുത്തിയായി മലബാർ ദേവസ്വം ബോർഡ്. പാരമ്പര്യ ട്രസ്റ്റുമാർക്കാണ് അധികാരം. പഴയ HRC ആക്ട് പ്രകാരമാണ് പ്രവർത്തനം. ഇടതു സർക്കാരിന്റെ പ്രകടന പത്രികയും പാഴായി. ട്രസ്റ്റുമാരുടെ എതിർപ്പും സാമ്പത്തിക ബാധ്യതയും മൂലമാണ് ബില്ല് കടലാസിൽ മാത്രം ഒതുങ്ങിയത്. വി എസ് രഞ്ജിത്തുണ്ട് വിശദാംശങ്ങളുമായി. വി എസ് രഞ്ജിത്ത്, എന്താണ് ബില്ലിന് സംഭവിച്ചത്? ഹരി, 2008 മലബാർ ദേവസ്വം ബോർഡ് രൂപീകരിക്കപ്പെടുന്നത്. ആ മലബാർ ദേവസ്വം ബോർഡ് രൂപീകരിച്ച് 17 വർഷമായിട്ടും ദേവസ്വം ബോർഡിന് പൂർണ്ണ അധികാരമുണ്ടാവുന്ന ഒരു നിയമം, ഒരു ബില്ല് പാസ്സാക്കിയെടുക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പഴയ HRC ആക്ട് പ്രകാരമുള്ള ഒരു ചട്ടമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് പ്രകാരമാണ് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങൾ ഭരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സാമൂതിരി രാജാവിനും അതുപോലുള്ള ട്രസ്റ്റുമാർക്കുമൊക്കെയാണ് കൂടുതൽ അധികാരമുള്ളത്. അതുകൊണ്ടാണ് ട്രസ്റ്റുമാർ നിയമിക്കുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർമാർക്ക് കൂടുതൽ അധികാരമുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്ന പോലെ പല എക്സിക്യൂട്ടീവ് ഓഫീസർമാരും അഴിമതിയിൽ പങ്കുപറ്റുകയും ആ അഴിമതിയുടെ ഭാഗമായി ക്ഷേത്രത്തിന്റെ വഴിപാട് സ്വർണം ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അതിൽ ദേവസ്വം ബോർഡിന്, മലബാർ ദേവസ്വം ബോർഡിന് ഒന്നും ചെയ്യാൻ സാധിക്കാതെ നോക്കുകുത്തിയായി ഇരിക്കേണ്ടി വരികയും ചെയ്യുന്നത്. കഴിഞ്ഞ ഒന്നാം ഇടതു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അവരുടെ പ്രകടന പത്രികയിൽ മലബാർ ദേവസ്വം ബോർഡിന്റെ ബില്ല് നിയമസഭയിൽ പാസ്സാക്കും എന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു. ഇതിപ്പോൾ രണ്ടാം പിണറായി സർക്കാർ ഇറങ്ങിപ്പോകുമ്പോഴും ആ ബില്ല് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് മലബാർ ദേവസ്വം ബോർഡിന്റെ ബാധ്യത ഏറ്റെടുക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. രണ്ടാമത് ഈ സാമൂതിരി ഉൾപ്പെടെയുള്ള ട്രസ്റ്റുമാരുടെ എതിർപ്പിനെയും സർക്കാർ ഭയപ്പെടുന്നുണ്ട്. വ്യക്തമാണ്. വി എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.